ഉത്സവമായ വിഷു, പ്രതീക്ഷയുടെയും ഭക്തിയുടെയും തിരുനാളായ ഈസ്റ്ററും ഒന്നായി കൊണ്ടാടുന്ന ഈ വേളയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും ആ രണ്ട് ആഘോഷങ്ങളുടെയും ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. സഹൃദയരെ, കലാസ്നേഹികളെ, അടുത്ത ഒരു ബെല്ലോടുകൂടി നിങ്ങളെല്ലാവരും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ഈ ഹാസ്യ സംഗീത നൃത്ത കലാരൂപം ആരംഭിക്കുകയായി. റേഡിയോയിൽ മലയാളീസ് സ്നേഹപുരസ്സരം കാഴ്ചവെക്കുന്നു. രജത. രംഗം 1. കോഴിത്തറ ഇടവകയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ തിരുനാൾ മഹാമഹം. ബാൻഡ് വേണം നമ്മളൊന്ന് പിടിപ്പിച്ചാൽ നമുക്ക് കൊണ്ടുപോയി അവിടെ പക്കത്ത് നടത്തുന്നു. ആരും പിടിപ്പിക്കേണ്ടത് കണ്ടടാ പേനേനാ വേഗം നോക്കണ കള്ളുകളുടെ നോക്കിയെടുത്ത മാറ്റ് അങ്ങനെ താറ്റി ഇടവക മധ്യസ്ഥനായ അന്തോണീസ് പുണ്യവാളന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തില് എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നുള്ളൂ. ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആഘോഷത്തിന്റെ ഒരു അവസരമാണ്. പക്ഷേ അത് ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. ഞാനിവിടെ കടന്നു വന്ന വേളയിൽ നമ്മുടെ ഇടവക മധ്യസ്ഥന്റെ തിരുനാളിന്റെ അരൂപിക്ക് ചേരാത്ത ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ ആഘോഷങ്ങൾ ഭംഗിയായിട്ട് നടത്തുകയും വേണം. ഇന്നത്തെ ആഘോഷത്തിന്റെ അടുത്ത ഭാഗമായിട്ട് നമ്മുടെ തന്നെ ഇടവകാംഗമായ കുമാരി രജതയുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ കുമാരി രജതയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
രജതയുടെ മതാലസ നൃത്തം കണ്ട് വികാരവിവശനായ സണ്ണിച്ചൻ താക്കോൽക്കാരൻ അനുരാഗ പരവശനായി ബ്രോക്കർ കിട്ടുണിയെ രജതയുടെ ഭവനത്തിലേക്ക് പെണ്ണു ചോദിക്കാൻ വിടുന്നു. അവളുടെ ഡാൻസ് കണ്ടിട്ട് നമ്മുടെ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഒരു ആരാ മോൻ, അവന് എപ്പോഴും ദുബായിട്ട് സ്വർണ്ണമാലയും വളയും ഇട്ടോണ്ട് നമ്മുടെ ശ്രദ്ധിച്ചിട്ടില്ല. അവനറിയാല്ലേ എപ്പോഴും ടൗണിലൊക്കെ കാണാമല്ലോ. യൂക്കാരാണ് പണക്കാരനല്ലേ? വന്നത് വേറൊരു കാര്യം പറയാനാ. അവിടെ ആ സണ്ണിച്ചനെ എന്തെന്നോട് ഇഷ്ടം ഞാനൊക്കെ പറഞ്ഞിട്ടേക്കല്ലേ അവന്. നമ്മുടെ നടി ലളിതമോളെ അവന് പെണ്ണ് കാണാൻ ഒരു താല്പര്യം. ഈ മര്യാദ കേട്ടോടി എന്നാ പറയാനാ? സണ്ണിച്ചനെ പറ്റി പറയാനാണെങ്കിൽ എന്റെ നാവുകൾ മതിയാവില്ല. ഞാൻ പാടി തന്നെ കേൾപ്പിക്കാം. എടി ലളിതമോളെ, മോളെ ഇങ്ങോട്ട് പറ. നമ്മുടെ രജിതമോളെ കൂടെ കേക്കട്ടെ എന്താണെന്നുള്ളത് ചെറുതിനെ പറ്റി. സണ്ണിച്ചനെ പറ്റിയോ? ഇതാ കേട്ടോളൂ. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തുന്നെങ്ങാനും വന്നതാണോ, മാനത്തുന്നെങ്ങാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ. രജതയെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് നമ്മുടെ നായകൻ സണ്ണിച്ചന്റെ ഉറക്കം നഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം. എത്രയും വേഗം രജതയെ തന്നെ സ്വന്തമാക്കാൻ അയാളുടെ അന്തരംഗം തുടിച്ചുകൊണ്ടേയിരുന്നു. വളരെ ദൈവവിശ്വാസിയും നീതിമാനുമായ സണ്ണിച്ചൻ പുണ്യാളന്റെയും കാർന്നോന്മാരുടെയും അനുഗ്രഹാശംസകളോടെ അളിയൻ കൊച്ചുവരീതിന്റെയും ബ്രോക്കർ കിട്ടുണിയുടെയും അകമ്പടിയോടെ പെണ്ണു കാണാൻ യാത്രയാക്കും.
ആരംഭിച്ചു. ഒന്നിനും ഏതിനും ഒരു ക്ഷമയുമില്ലാത്ത സണ്ണിച്ചൻ വിവാഹത്തിന് ശേഷം 9 മാസവും 9 ദിവസവും പൂർത്തിയായപ്പോൾ ഒരു പെൺകുട്ടിയുടെ അപ്പനായി. ഈ പ്രക്രിയ അടുത്ത 5 വർഷത്തേക്ക് തുടർന്നപ്പോൾ ആ ദമ്പതികൾക്ക് 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും പൂജാതരായി. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളും, ആഴ്ചകൾ മാസങ്ങളും വർഷങ്ങളുമായി മാറി. സുഖദുഃഖ സമ്മിശ്രമായ ദാമ്പത്യ ജീവിതം അങ്ങനെ 25 വർഷം പൂർത്തിയായിരിക്കുന്നു. അതെ, ഇന്ന് അവരുടെ രജത ജൂബിലിയാണ്. വളരെ സുപ്രധാനമായ ഈ ദിവസത്തിൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. കോഴിക്കോട് മിഠായി തെരുവിൽ ജാനകി 45 വയസ്സ് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനിടയിൽ കയറ് കഴുത്തിൽ കുരുങ്ങി മരണപ്പെട്ടു. എത്ര മനോഹരമായ വാർത്ത! ഇവിടെ ഒരു കിണർ കുടിക്കണം. എത്രയും നിങ്ങൾ അങ്ങനെ പത്രം വായിച്ച് സൂക്ഷിക്കണം. ആറ്റിങ്ങൽ സിനിമ കാണാൻ പോയ ദമ്പതികളെ പാണ്ടിലൂടെ ഇടിച്ച് തെറിപ്പിച്ച് ഭർത്താവ് തക്ഷണം മരണപ്പെടുകയും ഭാര്യ യാതൊരു പരുക്കളുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. അല്ല ശ്രമിച്ച നമുക്ക് ഇന്നൊരു സിനിമ കാണാൻ പോയാലോ? കാലമാണ് അങ്ങനെ എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ജ്യൂസ് കൊടുക്കട്ടെ, അതൊന്നും കുടിക്കാം. എനിക്ക് വേണ്ട, എനിക്ക് ഇതിന്റെ ജ്യൂസ് കോപ്പൊന്നും വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കണം. പ്ലീസ്, ഞാൻ സ്നേഹത്തോടെ തരുന്നത്.